ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ലവ് ആണ്. നമ്മുടെ പ്രണയത്തിന് 5 സ്റ്റേജസ് ആണ് മെയിനായിട്ടുള്ളത്. ഇത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്കറിയാം, എപ്പോഴാണ് നമുക്ക് ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടോ പ്രണയം തോന്നുക? ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നി, നമ്മുടെ മനസ്സിൽ അവരോട് ഒരു പ്രണയം മുട്ടിടുകയൊക്കെ ചെയ്യും അല്ലേ? പിന്നെയോ ടൈം എടുത്തിട്ട്, അതായത് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുകയാണ്, കുറേ നാൾ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ അയാളോട് ഒരു ചെറിയ പ്രണയമൊക്കെ തോന്നും. അങ്ങനെ നമുക്ക് ഒരാളോട് പ്രണയം തോന്നാം കുറേ ടൈം എടുത്തിട്ട്. ഒന്നില്ലെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അല്ലെങ്കിലോ ടൈം എടുത്തിട്ട് പ്രണയം തോന്നാം. ഇനി നമ്മുടെ ലവിൻ്റെ 5 സ്റ്റേജസിൽ ഒന്നാമത്തേന്ന് പറയുന്നത് അട്രാക്ഷനാണ്. നമുക്ക് ഒരാളോട് പ്രണയം തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അയാൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും ആകെ ഒരു റൊമാൻറ്റിക് മൂഡും ഒരു ഫണ്ണും മനസ്സിൽ ആകെ ഒരു സന്തോഷം നൽകുന്ന ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ റിലേഷൻഷിപ്പ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണോ, ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യണോ, അങ്ങനെ ആകെ നമുക്ക് കൺഫ്യൂഷൻ പിടിച്ചിട്ട് ആകെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുക. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണോ, ഞാൻ പ്രപ്പോസ് ചെയ്യണോ, പിന്നെ ലാസ്റ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് അവരെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡിഫിക്കൽട്ടി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഡീപ്പായിട്ട് ഒരാളെ അങ്ങോട്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിൽ ആര് പറഞ്ഞാലും, അതിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ഒരാളെ പ്രണയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ഡിഫിക്കൽട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. വിട്ടു പിരിയാൻ പറ്റാത്ത അത്രയും നിങ്ങൾ അങ്ങോട്ട് അടുക്കുകയാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. അതാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റേജാണ് ബ്രേക്കപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. കുറേ അധികം ആൾക്കാർ ഈ ഒരു സ്റ്റേജിലാണ് എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണെങ്കിലും ആ ഒരു കുട്ടീനെ വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്നത് ഇവിടെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങളും ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ വരികയും പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോഴും അങ്ങനെ ചെയ്ത് ബ്രേക്കപ്പ് ആയിട്ട് പോകുന്ന ഈ ഒരു സ്റ്റേജിലാണ്. ഇനി ബ്രേക്കപ്പ് അല്ലാതെ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്, ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ ട്രസ്റ്റിലൂടെ, അതായത് വിശ്വാസം, നിങ്ങൾക്ക് ആ ഒരു കുട്ടിയോടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് മുമ്പോട്ട് പോകുന്നവരും ഉണ്ട്. അതായത് ബ്രേക്കപ്പും ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവും, അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. എല്ലാം കഴിഞ്ഞു, അതായത് നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചു, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ബാലൻസ് ആയിട്ട് സ്റ്റേബിളായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേജാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങളത് ഷെയർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രണയമുണ്ട്, അതേപോലെ തന്നെ വിശ്വാസമുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്. ഇത് മൂന്നും കൂടി ഉള്ളൊരു ബോണ്ട് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലൈഫിൽ എന്ത് ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. എല്ലാം അറിഞ്ഞ് ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണോ, ആണെങ്കിൽ നിങ്ങൾ എത്രാമത്തെ സ്റ്റേജിലാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.